ഹലോ, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും എടുക്കാണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ച്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ എടുക്കാണ് കേട്ടോ. ഏലക്കയൊക്കെ ഇട്ട് രാവിലെ ചായ കുടിക്കണം എൻ്റെ മക്കളെ, അതും ഈ തണുപ്പത്ത്. ഹൈവാ രാവിലെ ചെയ്യാറെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റുടനെ ചെയ്യുന്നതാണ്. എനിക്കുള്ള ചായ കുടിച്ചില്ല എനിക്ക് എന്താ പോലെ. എന്നെ അടുത്തറിയുന്നവർക്കറിയാം, ചായ എപ്പോഴും എപ്പോൾ തന്നാലും ഞാൻ ചായ കുടിക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇഡലി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ചിരടായിരുന്നു കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇഡലിക്കുള്ള മാവൊക്കെ റെഡിയാക്കി ഇഡലിയൊക്കെ വെച്ചു. ആദ്യക്കുട്ടൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ അവൻ എഴുന്നേറ്റ്. പിന്നെ അവനും അപ്പയും കൂടെ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് എപ്പോഴും പാട്ട് കേൾക്കണം. അവനങ്ങനെ കാർട്ടൂൺ കാണുന്നതിനേക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, അവനെപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് പാട്ടൊക്കെ കേട്ട് അവരവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പിങ്കിയമ്മ വന്നിട്ടുണ്ട്. പിങ്കി ഇവളെ അകത്തങ്ങനെ കയറ്റാറില്ല കേട്ടോ. ഇവളെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് പേടി, അവൻ എപ്പോഴും ചെന്ന് പിടിക്കാൻ പോകും. അങ്ങനെ അവൾക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പം നമുക്ക് രാവിലെ ഇന്ന് ഇഡലി ആണ് കേട്ടോ. ഇഡലിയും ചമ്മന്തിയാണ്. പിന്നെ തലേന്നത്തെ സാമ്പാറുണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് വേണ്ടുന്നവർ കഴിക്കത്തുള്ളൂ, അല്ലാത്തവർ കഴിക്കില്ല. കാരണം തലേദിവസത്തെ അല്ലേ, ചൂടാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും കഴിക്കില്ല. പിന്നെ ഞാൻ കണ്ട് തേങ്ങയൊക്കെ ചിരണ്ടി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ചമ്മന്തിയും ഇഡലിയും സാമ്പാറുമാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എല്ലാവരും ഉള്ളപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ കിട്ടുന്ന സമയത്തിന് ഞാൻ ഉച്ചക്കത്തേക്കിനുള്ള ഫുഡും കൂടെ രാവിലെ തന്നെ ഞാൻ എപ്പോൾ അടുക്കള കയറുന്നു അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ വലിയൊരു ജോലി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കൂടുതൽ സമയം കുഞ്ഞിനെ നോക്കി ഇരുന്നാൽ മതിയല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അവരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് എളുപ്പത്തിൽ ജോലി ചെയ്യാവുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ റിലാക്സ് ചെയ്യാമല്ലോ. അപ്പോൾ ചെയ്യാണ്ട് അപ്പേ അതും കൂടെ വന്നിട്ടുണ്ട്. അതും ഇങ്ങനെ ഉറങ്ങാറായിട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അവൻ ഉറങ്ങട്ടെ, ഉറങ്ങി എണീക്കുമ്പോഴേ അവൻ കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ പപ്പയ്ക്കുള്ള ഫുഡ് എടുത്ത് കൊടുത്തു. പപ്പ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേട്ടായിക്ക് കൊടുത്തായിരുന്നു. ചേട്ടായിക്ക് ഒരിടം വരെ പോകണമായിരുന്നു, ഒരു അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടായും കഴിച്ചു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കഴിച്ചിട്ടാ. ഞാൻ കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഞാനിങ്ങനെ ഓർക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നവർ സമ്മതിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഷൂട്ട് ചെയ്ത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ ആദ്യക്കൂട്ടരം കടന്ന് ഉറങ്ങി. ഇനി ഈ പാശം കുറച്ച് കഴിഞ്ഞ് എണീക്കുള്ളൂ. അപ്പം നമുക്ക് തന്നെ ഉച്ചക്കത്തേനുള്ള തോരനൊക്കെ ഉള്ളത് ഞാൻ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. പിന്നെ കുറച്ച് തുണി വാശിയുണ്ടായിരുന്നു, അത് ഞാൻ മെഷീനകത്തോട്ട് ഇട്ടു. അപ്പോൾ അതുകൊണ്ടെടുത്ത് ഞാൻ പപ്പേനെ ഇരുത്തി കേട്ടോ. ചേട്ടായി അപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായി. പിന്നെ ഞാൻ പപ്പേനെ അടുത്ത് അവിടെ ഇരുത്തിയിട്ട് തോരനും പിന്നെ ഉച്ചക്കത്തേനുള്ളതായി. രാവിലത്തെ കാപ്പിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചോറാണെങ്കിൽ പെട്ടെന്ന് വേഗമായതുകൊണ്ട് ഞാൻ ഗ്യാസിലോട്ട് വെച്ചു. മിക്കപ്പോഴും ഗ്യാസിൽ തന്നെ ആയിരിക്കും ചോറൊക്കെ വെക്കണത്, കാരണം അടുപ്പിൽ അങ്ങനെ വെക്കാറില്ല, പൊതുവേ അങ്ങനെ വെക്കാറില്ല. നമുക്ക് വിറകൊക്കെ ഇച്ചിരി ലിമിറ്റിലാണ് വിറകൊക്കെ ഉള്ളത്, അതുകൊണ്ട് തന്നെ കൂടുതലും അങ്ങനെയായിരിക്കും വെക്കുന്നത്. പിന്നെ അതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് പാൽക്കുപ്പിയും വെള്ളം കുപ്പിയും എല്ലാം കൂടെ ഞാനൊന്ന് ബോയിൽ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ആണെങ്കിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. എൻ്റെ അമ്മോ, പാത്രം കഴുകുമെന്ന് പറയുന്നത് ഇതുപോലൊരു അയ്യോ, ഞാൻ എപ്പോഴും വിചാരിക്കും മടുക്കും നമ്മൾ പാത്രം കഴുകിയില്ലേ. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തേനുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഏതായാലും അവൻ കുറേ സമയം കഴിഞ്ഞ് ഇനി എണീക്കുള്ളൂ. അങ്ങനെ ഞാൻ മോരുണ്ട് ഉച്ചക്കത്തേന്. ഞാൻ വിചാരിക്കേണ്ടത് തോരനുണ്ട്, മോരുകറി ഉണ്ടായി, പിന്നെന്താണ് മുട്ട പൊരിക്കാമെന്ന് വിചാരിക്കും. ഇവിടെ അങ്ങനെ ആർക്കും നിർബന്ധമൊന്നുമില്ല ഇന്ന കറി വേണമെന്നോ, അല്ല പപ്പയ്ക്കാണെങ്കിലും ചേട്ടായിക്കാണെങ്കിലും ഒന്നും ഒരു നിർബന്ധമില്ല. അവർ എന്ത് കൊടുത്താലും അവർ കഴിച്ചോളും കേട്ടോ. അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാണ് അവരതുകൊണ്ട് എനിക്ക് കുറേ സമാധാനമൊക്കെ ഉണ്ട്. അങ്ങനെ താണ്ട ഞാൻ ആദ്യക്കൂട്ടിന് വേണ്ടിയിട്ട് ഒരു മുട്ട സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്ന് ചുമ്മാ ഇങ്ങനെ ഉപ്പും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവൻ ഒന്നായിട്ടിങ്ങനെ പൊരിച്ച് മാറ്റി വയ്ക്കും കേട്ടോ. അത് അവന് തന്നെ കൊടുക്കണത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് പുഴുങ്ങിയ മുട്ടയിനോട് അധികം താല്പര്യമില്ല, അവനിങ്ങനെ കഴിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു മുട്ട ഇങ്ങനെ പൊരിച്ച് കൊടുക്കാറുണ്ട്. അതങ്ങ് കഴിച്ചോളൂ. ഇങ്ങനെ കളിച്ചൊക്കെ നടന്നിങ്ങനെ ചിരിച്ചിരിച്ചിട്ട് വെച്ച് അത് മൊത്തം എന്തായാലും കഴിക്കട്ടോ. പിന്നെ നമ്മളെന്താ ഞാൻ പറഞ്ഞ മോര് കറി
മോര് കറി ഇടയ്ക്ക് പപ്പ തൈര് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മോര് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾക്കുള്ള മുട്ട ഞാനിങ്ങനെ ചിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിക്കാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിക്കൻ ഉച്ച കഴിഞ്ഞത്തേന് വെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതായാലും ഈ കറികളെല്ലാം ഉണ്ടല്ലോ, അത് കൂട്ടി ചോറ് കഴിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടത്തേന് കഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിരുന്നത്. അങ്ങനെ നമ്മൾ മോരുകറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളത് ഇങ്ങനെ എന്നോട് ഒരാളിങ്ങനെ കമൻറ്റ് ബോക്സിൽ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ക്യാമറ എടുത്ത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പം അതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പക്ഷേ രസമുണ്ട്. എനിക്ക് ഈ പരിപാടി ഇഷ്ടമാണ്, ഈ എഡിറ്റിങ്ങും വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ടാവുമല്ലോ. അങ്ങനെ വേണ്ട തുണിയല്ല എന്തായാലും കഴുകിട്ടോ. ഇത് ഓൾറെഡി നമുക്ക് ഒരു ഹാഫായിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ കുറച്ചൊരു നല്ലൊരു വെയിലുണ്ടായി കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തുണി ഫുൾ ഇങ്ങനെ ഉണങ്ങി കിട്ടും. ഇതിൽ വാഷിംഗ് മെഷീനിൽ പകുതി ഉണങ്ങിയാണല്ലോ കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ റൂം ഫുള്ള് അലമ്പായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇതൊന്നും രാവിലെ എടുക്കാനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഓരോന്നും ചെയ്യാറുള്ളൂ. എനിക്ക് ഈ പുറത്തെ പണിയും വീടിനകത്തെ പണിയും കൂടെ എല്ലാം കൂടെ ഇവൻ്റെ കൂടെ ഇപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. എത്ര രാവിലെ എഴുന്നേറ്റാലും അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പുറത്തെ പണിയൊക്കെ കൂടുതലും ഞാൻ അവിടെ ഇട്ടേക്കും. കാരണം കുഞ്ഞ് എപ്പോഴും ഫുൾ ടൈം അകത്ത് തന്നെയാണ്. അപ്പം ഞാൻ അകം മാത്രം എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പറ്റുമ്പോഴെല്ലാം അവൻ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ചെയ്തിടുകയാണ് പതിവ് കേട്ടോ. ഒരുത്തം കണ്ടോ ഞാനിങ്ങനെ ബെഡ് വിരിക്കാൻ നേരത്തെ അവൻ കയറി അതിൻ്റെ മേളിൽ ചെയ്ത് പിന്നെ എങ്ങനെ ബെഡ് വിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണികളെല്ലാം ഇങ്ങനെ ഈ ഷീറ്റും ബെഡ്ഷീറ്റും തുണിയും ഷോൾ എന്ത് കിട്ടിയാലും ഇങ്ങനെ തലവഴി ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഇന്ന് കളിച്ചണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് കാറും. അതായത് തുണി ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കൂലേ, അതുപോലെ ഇങ്ങനെ നോക്കിയില്ലെങ്കിലുള്ള അവന് വലിയ വിഷമമാണ്. അങ്ങനെ കുറേ സമയം അത് വെച്ചിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാവിലെ അവന് ഞാൻ ഇഡ്ഡലി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പം ഇഡ്ഡലി എല്ലാം കൊടുത്തു. പിന്നെ അവനിങ്ങനെ കുറേ സമയം കളിച്ച് രസിച്ചിങ്ങനെ നടന്നു. അവൻ്റെ അപ്പ വന്നില്ല. അപ്പോൾ വന്ന് കഴിയുമ്പത്തേന് അവൻ്റെ അപ്പയുടെ കൈ കൊടുത്തിട്ട് വേണം എനിക്ക് പിന്നെ ചിക്കൻ കറി വയ്ക്കാനുണ്ട് ഉച്ച കഴിഞ്ഞത്തേന്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആദ്യക്കുട്ടിന് ഹോമിയോ മരുന്ന്, അവന് കുറുകലുള്ളത് കൊണ്ട് ഹോമിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കേണ്ട മരുന്നാണ് അത്. ഏതായാലും കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറുകൽ കഴിയുന്നതനുസരിച്ച് 3 നേരമാക്കിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിഷ്ടമാണല്ലോ. മറ്റേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കത്തേ ഇല്ല, കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ് ഹോമിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും കുറുകൽ കുറച്ച് കുറവുണ്ട്. അങ്ങനെ ആ മരുന്നെല്ലാം കുടിച്ച് ഇങ്ങനെ എന്നെ ഇനി അടുത്ത ചെയ്യണം നോക്കി അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ കുറച്ച് ചോറ് കൊടുക്കാമല്ലോ. അത് കഴിപ്പിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. പാട്ട് കണ്ടുകൊണ്ടിരുന്ന കഴിക്കും. അങ്ങനെ എപ്പോഴും ഇത് ശീലമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി. അവനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് ആദ്യം കാണുമ്പോൾ മനസ്സിലാവും, കഴിക്കണേ ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് കഴിപ്പിച്ച്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും കഴിച്ചോളുമായിരുന്നു. ഇപ്പം അവന് ചോറ് കഴിക്കാൻ പതുക്കെ മടിയായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ അവന് കൊടുത്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പലഹാരങ്ങൾ വെച്ചാൽ മധുരമുള്ളതല്ല, അല്ലാതെ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി തന്നെയാണേലോ അങ്ങനെ. ചോറിനോട് ഇപ്പോൾ അവന് കുറച്ച് മടുപ്പ് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നല്ലപോലെ വിശന്നിരുന്നാൽ ആശാൻ കഴിച്ചോളൂ. അപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഒക്കെ എല്ലാം ഇങ്ങനെ ഫുഡ് കഴിപ്പിച്ചിട്ടാ. ഞാനൊരു പാൽക്കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം, പൊട്ടിച്ച് നോക്കാം. അതും ഇങ്ങനെ എൻ്റെ അമ്മ തുറന്ന് നോക്കട്ടെ. പാൽക്കുപ്പി അത് കൂടെ അതിൻ്റെ പാൽക്കുപ്പിയൊക്കെ നമ്മുടെ സാധാരണ പീജിൻ്റെ ഇവൻ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് മിസ്സായിപ്പോയായിരുന്നു അവിടുത്തെ. ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാലേ അതും നമുക്ക് മാവ് ഉറങ്ങിയാലോ? മാവ് ഉറങ്ങിയാലോ? ഹായ് വെച്ചി, ഹായ് വെച്ചി. അതുകൊണ്ട്
ഹായ് ഹായ് വെച്ചേ, ഹായ് വെച്ചേ, ഹായ് 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 വെച്ചേ, ഹായ് വെക്കടാ. ഹായൊന്നുമില്ല. അത് കഴിഞ്ഞപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായാലും അവനെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞില്ല പാൽക്കുപ്പി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയത് ആയിപ്പോയി മറ്റേതൊരെണ്ണം, അതുകൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഉറങ്ങി. ഇങ്ങനെ കൊണ്ട് നടത്തി ഉറക്കണം. തൊട്ടിലൊന്നും ഏതായാലും അവൻ ഇതുവരെ കിടന്നിട്ടില്ല കേട്ടോ. അതാണൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ തൊട്ടിൽ കിടന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ ദാണ്ട് അവനെ ഉറക്കി കിടത്തി. ഇനിയിപ്പോൾ ഉറക്കി കിടത്തി അവൻ്റെ അപ്പ വന്നിട്ടുണ്ട്. അപ്പേനെ അവൻ്റെ അടുത്തിരുത്തിയിട്ട് വേണം എനിക്ക് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ചിക്കനൊന്നും കറി വെക്കണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ഉള്ളിയും സാധനങ്ങളൊക്കെ പപ്പ എനിക്ക് അരിഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് വലിയ സമാധാനം. കുറച്ച് ജോലി ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഞാൻ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടാണ്, 1-ാം പാലും 2-ാം പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കറി ഞാൻ റെഡിയാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചത്. അല്ലേ പിന്നെയും നമ്മൾ ദേഹം മുഴുവൻ അഴുക്കാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കനൊക്കെ കറി വെച്ചിട്ട് കുളിക്കാമെന്ന് കരുതി എല്ലാം റെഡിയാക്കി. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പയും മോനും കൂടെ പുറത്തുണ്ട്. ആശാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അകത്തോട്ട് കയറില്ല. കുറേ സമയം അവിടെ ആയിരിക്കും. പിന്നെ രണ്ടുപേരും കൂടെ എനിക്ക് പേടിയെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തൊരു തെങ്ങ് നിൽപ്പുണ്ട് കേട്ടോ. തേങ്ങയുണ്ട്, അത് ഇടാൻ ഇവിടെയാണ് ആളില്ല. അത് കാരണം എനിക്ക് പേടിയാണെങ്കിൽ തേങ്ങ എങ്ങനെ കുഞ്ഞിൻ്റെ തലയിൽ വീഴുമെന്നൊരു പേടിയായിരുന്നു കേട്ടോ. പിന്നെ തെങ്ങ് ചതിക്കില്ല എന്നൊക്കെ ചേട്ടാ ഇങ്ങനെ പറയാം. അതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കും. എന്നാലും ഞാൻ കൂടുതലും അവനെ അങ്ങനെ പുറത്തോട്ട് ഇറക്കാറില്ല കേട്ടോ. ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. അങ്ങനെ സന്ധ്യയായിട്ടോ. ഞങ്ങളപ്പോൾ ആദ്യക്കൊണ്ട് ഡയപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ചാടി കയറി വണ്ടിക്കകത്ത് കയറി ടൗണിൽ വരെ പോയി ഞങ്ങൾ ഡയപ്പറൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വന്നു കേട്ടോ. അവിടെ മെഡിക്കൽ സാധനം മേടിക്കാൻ പോയത്. ഡയപ്പർ മേടിക്കാം. ഡയപ്പർ മേടിച്ചു വീട്ടിൽ വന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട 2 ബ്രെഡും ഇച്ചിരി ചിക്കൻ കറിയൊക്കെ എടുത്തിട്ട് കഴിക്കുവാണേ. അവന് ഓൾറെഡി കഴിക്കാൻ കൊടുത്തു. ഇനിയിപ്പോൾ അവനെ ഉറക്കണം, എനിക്കും ഒന്ന് കിടക്കണം. ടാറ്റാ. മിക്സിയുടെ ജാറൊക്കെ വെച്ച് ഭയങ്കര കളിയാ. ഇന്ന് ഉറങ്ങുന്നുണ്ടോ രാത്രി? ഉറങ്ങും ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഉറങ്ങാൻ പോവാ ഇച്ചിരി കഴിയുമ്പോൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോറി, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പകലൊക്കെയായിരിക്കില്ലേ. അപ്പോൾ ഞങ്ങളെന്നാൽ ഉറങ്ങാൻ പോട്ടെ. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ വഴക്കളി. ബൈ പറയടാ. ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്ക്. അപ്പം ശരി, ടാറ്റാ. അമ്മ ടാറ്റ കൊടുക്കുന്നുണ്ടോ? ടാറ്റ കൊടുത്തേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.